ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി എന്നാ പറയുക. നമുക്കെല്ലാവർക്കും അനുകമ്പ എന്ന വികാരം തോന്നാറുണ്ട്, പക്ഷേ പൂർണ്ണമാകാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനുകമ്പ പൂർണ്ണമാക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ തോന്നൽ മാത്രമായിട്ട് നിൽക്കുന്നു. എന്തെങ്കിലും വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ അനുകമ്പയുണ്ടാകുന്നു. അത് തോന്നൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. 3 ഘട്ടങ്ങളിലൂടെ അനുകമ്പ പൂർണ്ണമാക്കാൻ വേണ്ടി കടന്നു പോകണം എന്നുള്ളത്. ഒന്നാമതായിട്ട് അവയർനെസ്, അവബോധം. ഒരു വ്യക്തി വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് അവബോധം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. എൻ്റെ സുഖം മാത്രം ആയിട്ട് ജീവിക്കുന്നവർക്ക് ഒരിക്കലും അത് കിട്ടില്ല. ദൈവാനുഭവമുള്ള വ്യക്തികൾക്ക് മാത്രം കിട്ടുന്നതാണ്. എൻ്റെ സഹോദരൻ വേദനിക്കുന്നു, അവൻ്റെ ഹൃദയം കാണുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ആ വേദന മനസ്സിലാകുന്നു. ഒരു അവബോധം. ആ സിമ്പതിയിൽ നിന്ന് 2ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കണം. എമ്പതി. ഞാനും ഇതുപോലെ വേദനിക്കും, അവനും എന്നെ പോലൊരു മനുഷ്യനാണ്. സഹാനുഭൂതി. ഇത് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. അറിവിൽ മാത്രമായിട്ട് നിൽക്കുക നമ്മളെല്ലാവരും. ഈ എമ്പതിയിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോഴാണ് അനുകമ്പ പൂർണ്ണമാകാതെ പോകുന്നത്. ഇനി 3ാമത്തെ ഘട്ടമുണ്ട്. ഡിസൈഡ് ടു ആക്ട്. പ്രവർത്തിക്കുക. ഒരിക്കലും നമ്മൾ ചെന്ന് പറ്റാത്തൊരു സ്ഥലം പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. ചിലപ്പോൾ ആദ്യത്തെ സിമ്പതിയിൽ നിൽക്കുന്നു, 2ാമത്തെ എമ്പതിയിലേക്ക് കടന്നു വരുന്നു, 3ാമത്തെ ഘട്ടത്തിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും പോകുമോ, എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, സ്വാർത്ഥതകൾ കടന്നു വരുമ്പോൾ നമുക്കൊരിക്കലും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അനുകമ്പ പൂർണ്ണമാകുന്നുണ്ടെങ്കിൽ ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു വരണം. അപ്പോഴാണ് അനുകമ്പയുള്ള വ്യക്തി എന്ന് പറയുന്നത്. അല്ലാതെ ഉള്ളിൽ അനുകമ്പയുണ്ടെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. യേശു പറഞ്ഞ അനുകമ്പ ഇതാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് ആ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അനുകമ്പ എന്ന് പറയുന്നത്. എനിക്കൊരു കൈത്താങ്ങാൻ പറ്റി എന്നുള്ളത്, അവൻ്റെ കണ്ണുനീര് ഒപ്പി എന്ന് തോന്നുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഒരു ആശ്വാസം കടന്നു ചെല്ലാൻ എനിക്ക് പറ്റിയെന്ന് പറയും. അവിടെയാണ് അനുകമ്പ പൂർണ്ണമാകുന്നത്. അല്ലാതെ നമ്മൾ പറയാറുണ്ട് എനിക്ക് അനുകമ്പയുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ടൊന്നും കാര്യമില്ല. അനുകമ്പ എന്ന് പറഞ്ഞാൽ ഈ 3 ഘട്ടം പ്രാർത്ഥിക്കാം.